കോഴിക്കോട് സൗത്ത് ബീച്ച് പെട്രോൾ പമ്പിന് സമീപം തീപിടുത്തം. ആക്രിക്കടയിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചു. ആകാശ് തടത്തിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആകാശ്, ഈ പെട്രോൾ പമ്പിന് സമീപം എന്ന് പറയുമ്പോൾ വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കാം. നിഷ, ഈ പെട്രോൾ പമ്പിന് ഏകദേശം 200 മീറ്റർ മാത്രം മാറി നിൽക്കുന്ന ഒരു ആക്രിക്കടയ്ക്കാണ് ഇന്ന് രാത്രി 10 മണിയോടെ കൂടി തീപിടുത്തം ഉണ്ടാകുന്നത്. കാർഡ്ബോർഡുകളും കടലാസ് പേപ്പറും ഉൾപ്പെടെ കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യഘട്ടത്തിൽ നാട്ടുകാർ ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഈ നിയന്ത്രണ വിധേയമാകാത്ത ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിയത്. മീൻചന്തയിൽ നിന്നുൾപ്പെടെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പൂർണ്ണമായി തീ നിയന്ത്രണ വിധേയമാക്കുകയും പിന്നീട് തീ പൂർണ്ണമായി അണയ്ക്കുകയുമാണ് ചെയ്തത്. നിലവിൽ ഈ ആക്രിക്കടയിൽ ഉണ്ടായിരുന്ന സാമഗ്രികൾക്കെല്ലാം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ചേർന്ന് ഇടപെട്ടതിനാൽ ഈ തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയോ ഈ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക്, പ്രധാനമായും നമ്മൾ കാണുന്നത് ഈ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിലേക്ക് തീ പടരാതിരിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തു. അവർ കൃത്യമായി വെള്ളമൊഴിച്ച് തീ കെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി. അതിനുശേഷം ഫയർഫോഴ്സ് എത്തി പൂർണ്ണമായി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വലിയ നാശനഷ്ടം ഈ കടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരുപക്ഷെ ഈ തീ കൂടുതൽ പടർന്നു കഴിഞ്ഞാൽ സമീപത്തുള്ള കടകളിലേക്കും മറ്റും ഈ പെട്രോൾ പമ്പിലേക്കും തീ പടർന്നിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെ സംഭവിച്ചേനെ. ഏതായാലും കൃത്യമായ നാട്ടുകാരുടെ ഇടപെടലും കൂടാതെ ഈ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കൃത്യമായി തന്നെ തീ ആദ്യം നിയന്ത്രണ വിധേയമാക്കുകയും പിന്നീട് തീ പൂർണ്ണമായി അണയ്ക്കുകയും ചെയ്തതിനാൽ തന്നെ വലിയൊരു അപകടം തന്നെയാണ് ഒഴിഞ്ഞു മാറിയത്. ഏതായാലും എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ള ഇതിൽ ഒരു വ്യക്തതയില്ല. ഇവിടെ ഉണ്ടായിരുന്നത് കടലാസ് പേപ്പറും കൂടാതെ ആക്രി സാധനങ്ങളുമായിരുന്നു. അതിനാൽ തന്നെ ഈ കടലാസ് പേപ്പറിന് തീ പിടിച്ചപ്പോൾ തന്നെ വലിയ രീതിയിൽ പുകയുയരുകയും പ്രദേശത്ത് വലിയ രീതിയിൽ പുക ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഉടനെ തന്നെ നാട്ടുകാരുടെ ഇടപെടൽ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ നേരിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രധാനമായും ഈ ബീച്ചിലേക്കുള്ള പാതയാണ്, റോഡാണ്, അവിടെയാണ് ഇത്തരം തീപിടുത്തം ഉണ്ടായത്. അതിനാൽ തന്നെ വലിയൊരു ഗതാഗത തടസ്സം കൂടി ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഏതായാലും നിലവിലെ സാഹചര്യം നിലവിൽ പേടിക്കേണ്ടതോ അപകടം ഉണ്ടാവേണ്ട സാഹചര്യമില്ല. തീ പൂർണ്ണമായി തന്നെ അണച്ചിട്ടുണ്ട്. ലിനിഷ, അതാണ് ആകാശ്. വലിയ അപകടമില്ലാതെ രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം കരുതാൻ. നന്ദി വിവരങ്ങൾക്ക്.